അതിഗുരുതരമായ ഒരു അവസ്ഥയാണ് കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് ഹോസ്റ്റലിലെ പരിശോധനയിൽ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ടെറസ് വഴിയാണ് ഈ പോലീസ് സംഘം കയറിയിട്ടുള്ളത് എന്നുള്ളത് കാണണം. കഞ്ചാവ് വലിക്കാനുള്ള ഉപകരണങ്ങളും അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് റിയ ബേബിയിലേക്ക് ആദ്യം പോവാം. റിയ, ഇപ്പോൾ 2 വിദ്യാർത്ഥി സംഘടനകളും പറയുന്നത് ഞങ്ങളല്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ആകാശ്, അതായത് 2 കിലോയ്ക്ക് അടുത്ത് കഞ്ചാവ് സൂക്ഷിച്ചിരുന്ന ആകാശ് ഇക്കാര്യത്തിൽ നിരപരാധിയാണ് എന്ന് അഭിരാജ് എന്ന SFI നേതാവും അതുപോലെ തന്നെ ആദിൽ എന്ന KSU നേതാവും ഒരുപോലെ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഈ ആകാശിന്റെ മുറിയിൽ നിന്നാണ് താനും വലിയ തോതിൽ കഞ്ചാവ് മാത്രമല്ല അത് തൂക്കാനുള്ള ത്രാസടക്കം പിടിച്ചെടുത്തിട്ടുള്ളത്. എന്താണിപ്പോ ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഇക്കാര്യത്തിലെ വിശദീകരണം? അത് മാത്രമല്ല, അവർ കയറുന്ന വിഷ്വൽസ് അടക്കം പുറത്തു വരുന്നുണ്ട്. ഈ സംഭവത്തിൽ കളമശ്ശേരിയിലെ പോളിടെക്നിക് കോളേജിലെ ഹോസ്റ്റൽ മുറിയിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. അതിന്റെ ആ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ വിദ്യാർത്ഥികൾ ഇറങ്ങി ഓടാനുള്ളൊരു സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം ഈ പോലീസിന്റെ ഒരു സംഘം, ഡാൻസ് ഓഫ് ടീമിന്റെയും കളമശ്ശേരി പോലീസിന്റെയും ഒരു സംഘം കോളേജിന്റെ ഒരു വശത്തുള്ള സ്റ്റെയർ കേസുകൾ കയറി, ഇരുമ്പ് കോവണി കയറി ടെറസിലെത്തുകയും അവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി ഹോസ്റ്റൽ മുറിയിലേക്ക് കയറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ഒരു വൺ ഓപ്പറേഷൻ തന്നെയാണ് ഈ പോലീസ് സംഘം ഈ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അതിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ കൊച്ചി DCP മഹേഷ് അടക്കം വ്യക്തമാക്കിയത് ഈ ഹോസ്റ്റൽ മുറിക്കകത്ത് നിന്ന് ത്രാസുകൾ, അതായത് കഞ്ചാവ് തൂക്കുന്നതിനുള്ള ത്രാസ് പോലീസ് സംഘം കണ്ടെടുത്തിട്ടുണ്ട്. ചെറിയ അളവിൽ ചെറിയ പാക്കറ്റുകളിലാക്കി കഞ്ചാവ് വിൽപ്പന നടത്താനുള്ള ഒരു ശ്രമം കൂടി ആ ഹോസ്റ്റലിനകത്ത് നടന്നിരുന്നു. അത് ഹോളി ലക്ഷ്യമിട്ട് എന്നതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. നാളെ ഹോളി ആഘോഷം ഇന്നും നാളെയുമായി നടക്കുന്നുണ്ട്. ആ ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലിനകത്തും കോളേജിലെയും വിദ്യാർത്ഥികൾക്ക് ചെറിയ അളവിൽ തൂക്കി പാക്കറ്റുകളാക്കി നൽകാനുള്ള ഒരു ശ്രമമായിരുന്നു പ്ലാനിട്ടത്. അതിന്റെ ആ ദൃശ്യങ്ങൾ തന്നെ അത് വ്യക്തമാകുന്നുണ്ട്. ചെറിയ പാക്കറ്റുകളിലായി കഞ്ചാവ് സൂക്ഷിച്ചിരുന്നു. അത് തൂക്കി നൽകുന്നതിനുള്ള ത്രാസടക്കം ഹോസ്റ്റൽ മുറിയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്തായാലും പോലീസിന് കൃത്യമായ ഒരു പരാതി ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഡാൻസ് ഓഫ് ടീമും അതോടൊപ്പം തന്നെ കളമശ്ശേരി പോലീസും നാർക്കോട്ടിക് സെൽ ACP അടക്കം ചേർന്നുള്ള സംഘം ഈ രാത്രി കളമശ്ശേരി ഹോസ്റ്റലിലെ മുറിക്കകത്ത് എത്തുകയും ഇത് പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയ ആരോപണങ്ങളുമായി ഇരു വിദ്യാർത്ഥി സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. SFIയുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തതിൽ ഒരാൾ SFI പ്രവർത്തകനാണ്, നേതാവാണ്. അതിൽ കോളേജിലെ വിദ്യാർത്ഥികളും ഒപ്പം തന്നെ അറസ്റ്റിലായ ജാമ്യത്തിൽ വന്ന വ്യക്തിയും വിശദീകരണം നൽകുന്നു. തനിക്കതിൽ യാതൊരു ബന്ധവുമില്ല, തന്റെ മുറിക്കകത്താണ് എന്നതാണ് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിട്ടുള്ളത്. അതെങ്ങനെ വന്നു എന്നെ സംബന്ധിച്ചൊരു അന്വേഷണം വേണമെന്നതാണ് SFI നേതാവ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ KSUവിലെ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ഇതിൽ പങ്കുണ്ടെന്ന ആരോപണവും ആവശ്യത്തും തന്നെ ഉയർന്നു വരുന്നു. എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസ് തുടരന്വേഷണം നടത്തും. ആ മുറിയിൽ നിന്ന് പിടിച്ചെടുത്ത സാഹചര്യത്തിലാണോ ആ വിദ്യാർത്ഥിയെ SFI ടെലിഫോണിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 6 മാസമായിട്ട് ഞങ്ങൾ കൃത്യമായി പോലീസിന് വിവരങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് വളരെ പോസിറ്റീവായിട്ട് എടുക്കേണ്ട കാര്യമാണ് എന്നൊക്കെയാണ്. അപ്പോൾ കർശനമായ നിരീക്ഷണമുണ്ട്, അതുകൊണ്ടാണ് ഇത് പിടിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ ഈ നിരീക്ഷണം ഉണ്ടായിട്ട് പോലും 2 കിലോ കഞ്ചാവൊക്കെ ഒരു ഹോസ്റ്റൽ മുറിയിൽ സൂക്ഷിക്കുക. ഇപ്പൊ നമ്മൾ കാണുന്ന പ്രേക്ഷകർ കണ്ട ദൃശ്യങ്ങളിൽ അത് തൂക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളും എല്ലാവിധവും ഉണ്ട്. അതായത് ഒരു ഹോസ്റ്റൽ മുറിയിൽ നിന്ന് ആ ഹോസ്റ്റലിലെ മറ്റ് അന്തേവാസികൾക്ക് ചില്ലറ വിൽപ്പന നടത്തുക. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഈ 6 മാസമായിട്ട് ഇവർ ഇത്ര നിരീക്ഷണവും പരിശോധനയും ഒക്കെ നടത്തുകയായിട്ടും വിദ്യാർത്ഥികൾക്ക് 2 കിലോ ആ കോളേജ് ഹോസ്റ്റലിൽ വയ്ക്കാനുള്ള ധൈര്യം ഉണ്ടാകണമെങ്കിൽ അവിടെ അത്രയും സുരക്ഷിതമായ സാഹചര്യം ഉള്ളത് കൊണ്ടല്ലേ. അതിപ്പോ SFI ആകട്ടെ, KSU ആകട്ടെ, ഏത് രാഷ്ട്രീയ സംഘടനകളും ആകട്ടെ, അവരുടെ ചുമതലപ്പെട്ടവരിൽ നിന്നൊക്കെ ഇതൊന്നും കുഴപ്പമില്ല, അവിടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുമെന്ന ഉറപ്പ് ഏതെങ്കിലും രീതിയിൽ ഈ വിദ്യാർത്ഥികൾക്കൊക്കെ കിട്ടാതെ ഇതൊക്കെ ഇങ്ങനെ നടന്നു പോകും. പ്രത്യേകിച്ച് നമുക്കറിയാം, ഹോസ്റ്റലുകളൊക്കെ ഓരോ സാമ്രാജ്യങ്ങളായി ഓരോ സംഘടനകൾ കൊണ്ടു നടക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ പതിവ്. അപ്പോൾ അവരറിയാതെയൊക്കെ അവിടെ ആരെങ്കിലും കയറി ഇതൊക്കെ വച്ചു അല്ലെങ്കിൽ വിറ്റു എന്നൊന്നും പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ. കോളേജ് പ്രിൻസിപ്പൽ ആവർത്തിച്ച് പറയുന്നത് കഴിഞ്ഞ കുറച്ചു നാൾ മുമ്പ് ഇവിടെ പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികൾ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം കോളേജ് യൂണിയനിലെ വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ സാന്നിധ്യത്തിൽ പരിശോധനകൾ നടന്നിരുന്നു. ഈ പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികൾ കയറുന്നത് തടയാനുള്ള പരിശോധനകൾ നടന്നിരുന്നു. തങ്ങൾ തന്നെ ഒരു ജാഗ്രതാ സമിതി രൂപീകരിച്ച് കൃത്യമായി നിരീക്ഷണം നടത്തിയിരുന്നു. ഇന്നലെ ഉണ്ടായ സാഹചര്യം, അത് ഏത് സാഹചര്യത്തിലാണ് ഇത്രയും അധികം കഞ്ചാവ് വന്നത്, അത് വിൽപ്പനയ്ക്ക് കൊണ്ടുപോകാനുള്ളൊരു ഇടയാക്കിയത് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി തന്നെ
പരിശോധിക്കണം. കൗൺസിൽ യോഗം ചേർന്ന് ഈ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പ്രിൻസിപ്പൽ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ആ സംഭവം ഏതാണ്ട് ശരി തന്നെയാണ്. കാരണം കോളേജ് പ്രിൻസിപ്പൽ അടക്കമുള്ള സംഘങ്ങൾ പോലീസിന് കൃത്യമായി വിവരങ്ങൾ നേരത്തെ നൽകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പരിശോധന വന്നതെന്ന് കൂടിയാണ് നമുക്ക് DCPയുടെ പ്രതികരണത്തിൽ നിന്ന് ഉൾപ്പെടെ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. കോളേജിൽ നിന്ന് തന്നെ ഒരു പരാതി ലഭിച്ചിരുന്നു, ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. പക്ഷേ അപ്പോഴും ഈ ഹോസ്റ്റലിനകത്ത് ഇത്രയും അളവിൽ കഞ്ചാവ്, അത് തൂക്കി വിൽക്കുന്നതിനുള്ള ത്രാസ്, ചെറിയ പാക്കറ്റുകൾ, ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നതിനുള്ള കുട്ടികൾ തന്നെ ഉപകരണങ്ങളൊക്കെ കാണാം. ഒരു കുപ്പി, അതിലൊരു ഹോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംവിധാനം, മാത്രമല്ല മറ്റു തരത്തിലുള്ള ചെറിയ ചില ഉപകരണങ്ങളും ഇത് ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങളും ഒക്കെ ആ ഹോസ്റ്റൽ മുറിക്കകത്തുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ഒരു ദിവസം ഒരു രാത്രിയിൽ വന്നതല്ല എന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു കോളേജ് ഹോസ്റ്റലിനകത്ത് ഇങ്ങനെ ഒരു സംവിധാനം പ്രവർത്തിച്ചു വന്നത്? കുട്ടികൾ അത് തൂക്കി വിൽക്കുന്ന സാഹചര്യം ഉണ്ടായത്? ഒരു ഹോളി ആഘോഷത്തിൽ ഒരു ഹോസ്റ്റൽ മുറിയിൽ ഇങ്ങനെ കഞ്ചാവ് ചെറിയ പാക്കറ്റുകളാക്കി വിൽക്കുന്ന സംഭവം അത് കേട്ടുകേൾവി ഉള്ളതല്ല. അതുകൊണ്ട് തന്നെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിസ്സാരമായി തള്ളേണ്ട കാര്യമല്ല. നടപടി ഉണ്ടാകുമെന്ന് കോളേജ് പ്രിൻസിപ്പൽ ആവർത്തിക്കുന്നുണ്ട്. DCP വ്യക്തമാക്കിയത് ലഹരി കേന്ദ്രമാണ് എന്നുള്ളത് വ്യക്തമാണ്. അതൊരു കേവലം ഒരു പാർട്ടി എന്നുള്ളതിനപ്പുറത്ത് ഇതൊരു സ്ഥിരമായി ലഹരി വിപണനം ചെയ്യുന്ന ഒരു കേന്ദ്രമാണെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇങ്ങനെയാണോ നമ്മുടെ ക്യാമ്പസുകളുടെയൊക്കെ അകത്തളങ്ങൾ എന്നുള്ളത് ആശങ്കാജനകവുമാണ്.